സംഭവം ഞാൻ പറഞ്ഞില്ലേ, ഹൈദിന്റെ സമയം നിസ്കരിക്കാൻ പറ്റിയില്ല, തവാഫ് ചെയ്യാൻ പറ്റിയില്ല, എല്ലാ പെണ്ണുങ്ങൾക്ക് ഉണ്ടാണ് സംഗതിയല്ലേ. ഇതിന്റെ അത്ര അത്ഭുതപ്പെടാന്? അള്ളാഹു അങ്ങനെ നിയമാക്കി വെച്ചതാണ്. അവര് ചെയ്യണ്ട, അവര് ഉംറ ചെയ്യണ്ട, അവര് തവാഫ് ചെയ്യണ്ട എന്നുള്ള പറഞ്ഞതല്ലേ. അപ്പൊ ആ രൂപം നമ്മൾ പിടിച്ചാൽ മതി. അല്ലാതെ നമ്മുടെ അടുത്ത് കുറവ് പറ്റി എന്ന് അതിന് എന്ത് ചെയ്യരുത്, കാണരുത്. കുറവല്ലാതെ അള്ളാഹു വെച്ചൊരു നിയമം തന്നെയാണല്ലോ. യാത്രക്കാർക്ക് 4 റക്അത്തുള്ളത് 2 ആക്കാം, 2 ളുഹുറും അസ്റും അല്ലെങ്കിൽ മഗ്രിബ് ഇശാക്ക് ഒപ്പം നിസ്കരിക്കാൻ അള്ളാഹു വെച്ച നിയമമാണ്. അവിടെ ഞാൻ ളുഹുറ് 2 നിസ്കരിച്ചുള്ളൂ എന്ന് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അത് അള്ളാഹു വെച്ച നിയമമാണ്. യാത്രക്കാർക്ക് അങ്ങനെ ചെയ്യാലോ. അപ്പൊ ആ രൂപത്തിൽ അത് കണ്ടാൽ മതി. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി വെച്ചതാണ്. ബശ്ശിറു വലാ തുനഫിറു യസ്സിറു വലാ തുഅസ്സിറു. എല്ലാം സന്തോഷത്തോടെ ചെയ്യണം, സന്തോഷത്തോടെ പറയണം, ആരെയും വെറുപ്പിക്കരുത്. അതുപോലെ തന്നെ യസ്സിറു, എല്ലാം എളുപ്പമാക്കി ചെയ്യാൻ, ഭാരമാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ഇസ്ലാം പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഭാരാക്കേണ്ട ആവശ്യമില്ല. കൂട്ടത്തിൽ അങ്ങനെ സംഭവിച്ച ആളുകൾക്ക് അങ്ങനെ കാര്യങ്ങൾ അല്ലാഹു ഓർഡറാക്കിയ പോലെ ചെയ്യാമെന്നേ ഉള്ളൂ. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ ഹറാമ് ചെയ്തു, തവാഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ശരിക്കും എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കണില്ലേ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഗ്രിബിന്റെ സമയമായിരിക്കും നല്ല തിരക്കാകാരം. എന്നാലും നമ്മള് തവാഫ് ചെയ്തപ്പോ തിരക്ക് അറിഞ്ഞിട്ടില്ല അല്ലെ? ഇന്ന് നല്ല തിരക്കായിരിക്കും. മഗ്രിബിന്റെ ശേഷവും മഗ്രിബിന്റെ കുറച്ചു മുമ്പായിട്ടാണ് നമ്മൾ അവിടെ എത്തുന്നത്. നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അഥവാ കൂട്ടം തെറ്റിയാൽ പെണ്ണുങ്ങൾക്ക് ഇരിക്കേണ്ട സ്ഥലത്ത് പ്രത്യേക ഏരിയ ഉണ്ട്, അവിടെ പോയിരുന്നാൽ മതി. ആണുങ്ങൾ അവർക്ക് പറ്റിയ ഏരിയ ഉണ്ട്, അവിടെ ഇരിക്കുക. കൂട്ടം തെറ്റി ആരെയും കാണാനല്ല വിചാരിക്കുക. എന്നാലും എന്ത് ചെയ്യാം, ഒരു വട്ടം തവാഫ് ചെയ്തു, ബാക്കി 6 എണ്ണം ബാക്കിയുണ്ട്. 6 എണ്ണം ചുറ്റിന്റെ എവിടെയാണോ അവസാനിപ്പിക്കേണ്ടത് എല്ലാവർക്കും അറിയാം. സഫ എന്താണ് നമ്മുടെ ഹജറുൽ അസ്വദ് ഉള്ള മൂലയിലാണ് അവസാനിപ്പിക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പോകേണ്ടത് എവിടേക്കാണ്? സഫയിലേക്കാണ്. സഫയിലേക്ക് ആളുകൾ ഇങ്ങനെ പോകുന്നത് കാണാം. അതിലൂടെ നേരെ സഫയിലേക്ക് കയറുക. സഫ മർവ അവിടെ ശ്രദ്ധിക്കണം. ചില ആളുകള് സഫയും മർവയും കറങ്ങി സഫയിൽ അവസാനിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അങ്ങനെ ആകരുത്. മർവയിലാണ് 7 പൂർത്തിയാകുക. സഫ അവിടെ സഫയിൽ നിന്ന് മർവയിലേക്ക് 1, മർവയിൽ നിന്ന് സഫയിലേക്ക് 2, സഫയിൽ നിന്ന് മർവയിലേക്ക് വീണ്ടും 3, സഫയിൽ നിന്ന് മർവയിലേക്ക് 7ാമത്തത് എത്തുമ്പോഴാണ് അവിടെ നിർത്തി ഉയർത്തുകയും അവിടുന്ന് പിരിയുകയും പിന്നെ മുടി മുറിക്കുകയും ചെയ്യേണ്ടത്. നമ്മൾ നന്നായി ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തവാഫ് ചെയ്യുമ്പോൾ എല്ലാവരും ഒതു എടുത്തിട്ടുണ്ടാവും. ഒതു ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒതു പുതുക്കാം നമുക്ക് അവിടുന്ന്. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും നമ്മൾ ഒതു മുറിയുന്ന രീതി, പിന്നെ പുരുഷന്മാര് സ്ത്രീകളെ തൊടരുത്, ശ്രദ്ധിക്കണം. ഇവിടെയൊക്കെ ഹറമിന്റെ ഇവിടെയൊക്കെ വിവിധങ്ങളായ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ മാറ്റങ്ങൾ ഇവിടെ എല്ലാ ഏരിയകളിലും ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു മാറ്റി നല്ല പണികൾ നടക്കുക. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ തൊടാനുള്ള മദ്ഹബ് നമ്മളെ അങ്ങനെ സാധാരണ ഉണ്ട്. പക്ഷെ നമ്മൾ ഷാഫി മദ്ഹബുകാരായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് തൊടാൻ പോകാതിരുന്നാൽ മുറിയില്ല എന്ന നിയമം പിടിച്ചിട്ടാണ് നമ്മൾ സാധാരണ ഉംറ പൂർത്തിയാക്കാറുള്ളത്. ഇനി ഒരാൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉദൂഇല് പൂർണ്ണമായി തല തടവല് അങ്ങനെയൊക്കെയുള്ള സംഗതി ഉണ്ട് ഹനഫി മദ്ഹബില്. തല പൂർണ്ണമായി തടവണം. തല പൂർണ്ണമായി തടവി അങ്ങനെയുള്ള എല്ലാ നിയമങ്ങളും ഹനഫി മദ്ഹബ് അനുസരിച്ചിട്ട് ഉദൂ എടുക്കും വേണം. എന്നാലും പിന്നെന്ത് ചെയ്യാ, ആ മദ്ഹബിൽ തൊട്ടാ മുറിയില്ല എന്നുള്ളത് നമുക്ക് പരിഗണിക്കാലോ. തൊടുന്നോടത്ത് മാത്രം പ്രശ്നമല്ല, ഉദൂ എടുക്കണോടത്ത ഒന്നും ശ്രദ്ധിക്കണില്ല. അങ്ങനെ തെൽഫിഖ് അത് പാടില്ല എന്നാണ്. അത് ചെയ്യാതെ പറ്റൂല എന്നാണ്. അതുകൊണ്ട് മാറുകയാണെങ്കിൽ പൂർണ്ണമായി ഹനഫി മദ്ഹബ് അനുസരിച്ച് ഫുള്ള് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോ കൈ പിടിച്ചിട്ടോ തൊട്ടിട്ടോ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. അതേസമയം നമ്മൾ ഒതുകൊടുക്കുമ്പോൾ തല പൂർണ്ണമായി തടവല് പോലത്തെ നിയമങ്ങളൊന്നും പാലിക്കാത്തവരാണ് പലരും. എന്നിട്ട് പിന്നെ തവാഫ് ചെയ്യുമ്പോൾ തൊടുക എന്നത് പാടില്ല. അപ്പൊ മാറുന്നില്ല, മാറാതെ ശ്രദ്ധിക്കലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങോട്ട് തൊടാൻ പോകാതിരുന്നാൽ മതി. നമ്മൾ ആരെയും തൊടാൻ പോകണ്ട. അപ്പൊ നമ്മൾ മുറിയില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് വുളു വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് ക്ലിയർ ആണ്. ഹറമിലെത്തി നമ്മൾ എന്നാലും ഇങ്ങനെ കറങ്ങി അപ്പുറത്തേക്ക് വരികയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് വുളുക്കെ എടുത്ത് 2 കാര്യം, തിരക്കുകൾ ശ്രദ്ധിക്കണം. തിരക്കില് കൂട്ടം തെറ്റി പോകുന്നത് പരമാവധി ശ്രദ്ധിക്കുക. അഥവാ കൂട്ടം തെറ്റിയാലും തവാഫ് പൂർത്തിയാകാതെ മടങ്ങരുത്, സഅയ് പൂർത്തിയാകാതെ മടങ്ങരുത്. നിർബന്ധമായും തവാഫും സഅയും ചെയ്തേ പറ്റൂ. പിന്നെ നമ്മൾ രണ്ടാമതൊരു ടീമിനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അപ്പൊ തവാഫും സഅയും കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് റൂമിലേക്ക് പോകാം. അള്ളാഹു എല്ലാം എളുപ്പമാക്കി തരട്ടെ.
അള്ളാഹു എല്ലാം സന്തോഷത്തിലാക്കി തരട്ടെ. നമ്മുടെ കൂട്ടത്തിൽ കാല് വേദന, ഊരവേദന